ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. പായിപ്രം ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. 100ഓളം ഭിന്നശേഷി കുട്ടികളാണ് പായിപ്ര പഞ്ചായത്തിലുള്ളത്. ഒരു വർഷം 8,000 മുതൽ 28,500 രൂപ വരെയാണ് കുട്ടികളുടെ കാറ്റഗറി അനുസരിച്ച് വിതരണം ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ടുകൾ ഒരുമിച്ചാണ് കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നത്. എന്നാൽ മറ്റുള്ള എല്ലാ പഞ്ചായത്തുകളിലും കുട്ടികളുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടും പായിപ്ര പഞ്ചായത്തിലെ കുട്ടികളുടെ അക്കൗണ്ടിൽ പണം എത്തിയില്ല. നിരവധി തവണ രക്ഷിതാക്കൾ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും കൃത്യമായ ഉത്തരം ലഭിക്കാത്തതിനാലാണ് പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്തെത്തിയത്. കുറച്ചു കുട്ടികളുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ട്. മാർച്ച് 30-ന് മുൻപ് പണം എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. സാധാരണ നമുക്ക് നമ്മൾ അപേക്ഷ വെച്ച ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഫുൾ എമൗണ്ട് കിട്ടേണ്ടതാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ചെറിയൊരു ഡിലേ വന്നാൽ പോലും ജനുവരി 15-ാം തീയതിക്കകം കിട്ടേണ്ട തുക പൂർണ്ണമായിട്ടും കിട്ടാത്തതിൽ ഞങ്ങൾ പല പഞ്ചായത്തുകളിലും അന്വേഷിച്ചു. കിട്ടാത്തത് ഞങ്ങൾ മാർച്ച് 7-ാം തീയതി ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞു വളരെ മോശമായിട്ടാണ് 2 മെമ്പർമാർ, എല്ലാ മെമ്പർമാരും ഇല്ല, 2 വളരെ മെമ്പർമാർ നമുക്ക് എതിരായിട്ട് നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറുകയും ഇവിടെ ഫണ്ടില്ല, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും കിട്ടാത്തതിൻ്റെ ഇതും കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രതിഷേധ ധർണ നടത്തിയിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും കിട്ടി. നമ്മുടെ നെല്ലിക്കുഴി പഞ്ചായത്ത് മുതൽ സർവ്വ പഞ്ചായത്തിലും കിട്ടി. നവകേരള സദസ്സിലടക്കം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രി ഇതിന് കൃത്യമായ ഇടപെടൽ നടത്തുകയും കാലതാമസം കൂടാതെ തന്നെ പണം എല്ലാവർക്കും നൽകണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം പാലിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോസ് അഗസ്റ്റിൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭാരത സർക്കാരാകട്ടെ കേരള സർക്കാരാകട്ടെ, കേരള സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം സ്കോളർഷിപ്പ് തുക കൃത്യമായിട്ട് തന്നിരുന്നു. അക്കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സർക്കാരിനോട് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി നമുക്ക് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും പ്രസിഡന്റ് നമസ്കാരം, ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള സർക്കാരിനെ സംബന്ധിച്ച് നമുക്ക് ഈ പറയുന്ന സ്കോളർഷിപ്പ് തുക മുഴുവൻ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ നവകേരള സദസ്സിൽ പ്രത്യേകം പറഞ്ഞാണ്, കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇന്നാൾ നവകേരള സദസ്സിന് ശേഷം ഭിന്നശേഷിക്കാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അന്നേരം മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു ഈ തുക മുഴുവൻ കൊടുത്തിരിക്കണം, 28,500 കൊടുത്തിരിക്കണമെന്ന് മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞാണ്. പക്ഷേ നമ്മുടെ പായിപ്ര പഞ്ചായത്തിൽ മാത്രം അത് സാധിച്ചില്ല. ഇപ്പം ഞാനിപ്പോൾ പ്രസിഡന്റിൽ വിട്ടുപോയി, കാരണം പ്രസിഡന്റ് അടുത്ത കാലത്ത് എൻ്റെ ചാർജ് ഏറ്റെടുത്ത് ഇതിൻ്റെ പദ്ധതി നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ പോലും അല്ലെങ്കിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ ഒരു ഘട്ടമുണ്ടായിരുന്നു. ജയമോൾ ഉണ്ണികൃഷ്ണൻ, സാബിറ റഫീഖ്, പായിപ്ര കൃഷ്ണൻ, ഹസീന മാഹിൻ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അതേസമയം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പണം അയക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എത്രയും വേഗത്തിൽ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM അസീസ് പറഞ്ഞു. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു.